ഗൂഗിൾ മീറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് പ്രസന്റിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. മീറ്റിംഗിൽ പങ്കെടുക്കുന്നവർക്ക് പരസ്പരം മീഡിയ ഫയൽസ് ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രസന്റേഷൻ അതുപോലെയുള്ള ഓഡിയോ വീഡിയോ ഫയലുകൾ ഒക്കെ ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് പ്രസന്റിംഗ് സ്ക്രീൻ എന്ന് പറയുന്നത്. സ്ക്രീൻ പ്രസന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും ഓഡിയോ ലഭിക്കുന്നില്ല എന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഓഡിയോ ലഭിക്കാത്തത്, ഓഡിയോ ലഭിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റിൽ പ്രസന്റ് നൗ എന്നുള്ളതിൽ 3 ഓപ്ഷനാണ് നമുക്ക് കാണുവാൻ പറ്റുന്നത്. യുവർ എൻ്റർ സ്ക്രീൻ, എ വിൻഡോ, എ ക്രോം ടാബ്. നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഒരു വീഡിയോ ഫയൽ അല്ലെങ്കിൽ ഒരു ഫയൽ വിത്ത് ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ എ ക്രോം ടാബാണ് സെലക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, എ ക്രോം ടാബ്. എ ക്രോം ടാബ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാവുന്നുണ്ടെങ്കിൽ ഷെയർ ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അത് ടിക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ഓഡിയോ. ഇനി ഏത് ക്രോം ടാബാണ് നമുക്ക് വേണ്ടുന്നതെന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ലോക്കൽ മീഡിയ പ്ലെയർ, യൂട്യൂബ്, വാട്സപ്പ് എന്നീ 3 ടാബുകൾ എൻ്റെ ഓപ്പണാണ്. വാട്സപ്പിലെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ പ്ലേ ചെയ്യണമെങ്കിലാകാം, യൂട്യൂബ് വഴി പ്ലേ ചെയ്യണമെങ്കിലാകാം. അതുകൂടാതെ ലോക്കൽ മീഡിയ പ്ലെയർ എന്ന് പറയുന്നത് ഒരു ക്രോം എക്സ്റ്റൻഷനാണ്. അത് വെബ് സ്റ്റോറിൽ നിന്ന് ആ എക്സ്റ്റൻഷൻ കൂടി ക്രോമിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ വീഡിയോസ് നമുക്കതിൽ കൂടി പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ഫയലുമാകട്ടെ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ പ്രസൻറ്റേഷനിൽ ഓഡിയോ കൂടി ഇനി മുതൽ ഇൻക്ലൂഡ് ആവും. ശ്രദ്ധിക്കുക, എ ക്രോം ടാബാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ക്രോമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യുവാൻ പറ്റും. ഓഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നെറ്റ്വർക്കിൻ്റെ അവൈലബിലിറ്റിയെയും അതുപോലെ തന്നെ ഡിവൈസിനെയും ആപ്ലിക്കേഷൻസിനെയും എക്സ്റ്റൻഷനെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോഴൊക്കെ ഓഡിയോ ഇടവിട്ട് കേൾക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഓഡിയോ വീഡിയോ ഫയൽസുകൾ അതിൻ്റെ ഷെയർ ലിങ്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും, ചാറ്റ് ബോക്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, പിന്നീട് അവർക്ക് കാണത്തക്ക രീതിയിലും. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഗൂഗിൾ മീറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി ഇനി അടുത്ത ഒരു വീഡിയോ സെഷൻ നമുക്ക് കാണാം. താങ്ക് യു.